പോലീസ് കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ച് തൃശൂർ ജില്ലാ സെക്രട്ടറി. മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് പോലീസുകാർ ബിരിയാണി വാങ്ങി കൊടുക്കുമോ എന്ന ചോദ്യം. മദ്യപാനം സംഘത്തിൽ ഉൾപ്പെട്ട ആളായിരുന്നു സുജിത്ത്. തുടർന്നാണ് പോലീസ് നടപടിയെടുത്തത്. സുജിത്തിന്റെ വിവാഹം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെതിരെയും KV അബ്ദുൽ ഖാദർ സംസാരിച്ചു. ഈ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ചെന്നിട്ട് ജീപ്പിൽ നിന്ന് അവരെ ബലമായിട്ട് പിടിച്ചിറക്കി. SI സ്വാഭാവികമായിട്ടും ചെറുത്തു. SIയുടെ വാച്ച് നഷ്ടപ്പെട്ടു. പോലീസിനെ അടിച്ചു. അപ്പോ പോലീസ് കൂടുതൽ സ്ട്രെങ്ത് ആവശ്യപ്പെട്ടു. കൂടുതൽ പോലീസ് വന്നിട്ടാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അവർ കൊണ്ടുപോയിട്ട് തടവി ബിരിയാണി മേടിച്ചു കൊടുക്കും എന്ന് വിചാരിക്കുന്നത് ശരിയാണ്, എനിക്കറിയില്ല. അങ്ങനെ സംഭവിച്ച കാര്യമാണ്. അത് മാത്രമല്ല, 11 കേസിലെ പ്രതിയാണ് ഇയാൾ. 11 കേസിലെ പ്രതിയാണ് ഈ സുജിത്ത്. ലിഷോയ് വിവരങ്ങളുമായി ചേർന്നു. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഈ പോലീസ് കസ്റ്റഡി മർദ്ദനത്തെ വളരെയധികം ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് CPMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി. വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ധാരണയുള്ളതുപോലെ സംസാരിക്കുകയും ചെയ്യുന്നു. മദ്യപിച്ചിരുന്നു എന്നും മറ്റു കേസുകളിൽ ഉണ്ടായിരുന്നു, പോലീസുകാരെ മർദ്ദിച്ചു, തുടർന്നാണ് ഇത്തരത്തിൽ ചെയ്തത് എന്നൊക്കെയാണ് വളരെ കൃത്യമായി പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ സംഭവവുമായി വളരെ അടുത്ത് ബന്ധമുള്ള ഒരാളാണ് എന്ന് വേണോ ഈ സെക്രട്ടറിയെ നമ്മൾ മനസ്സിലാക്കാൻ? അങ്ങനെയെങ്കിൽ അന്വേഷണം ഈ സെക്രട്ടറിയിലേക്ക് കൂടി നീളേണ്ടതല്ലേ എന്ന് തോന്നിപ്പോകുന്നു. അതായത് പോലീസ് ഈ ഒരു സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല. സുജിത്ത് പോലീസിനെ മർദ്ദിച്ചതായോ അതുപോലെ തന്നെ സുജിത്ത് മദ്യപാന സംഘത്തിൽ ആളായിരുന്നതായോ ഒന്നും തന്നെ പോലീസ് തന്നെ നടത്തിയ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം വിവാദമാവുകയും സർക്കാരിനെതിരെ വളരെ പ്രതികൂലമായി ബാധിക്കുകയും ഒക്കെ തന്നെ ചെയ്ത സാഹചര്യത്തിൽ CPM ജില്ലാ സെക്രട്ടറിയുടെ ഇത്തരത്തിലുള്ളൊരു പ്രതികരണം. മാത്രമല്ല, പോലീസ് കസ്റ്റഡി മർദ്ദനത്തെ ഈ CPM നേതാക്കൾക്ക് ഏറ്റ കസ്റ്റഡി മർദ്ദനങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയ തോതിൽ അപലപിക്കുകയും ചെയ്തു. അതേ വേദിയിൽ തന്നെയാണ് ഇത്തരത്തിൽ പോലീസിനെ ആക്രമിച്ചു സുജിത്ത് എന്ന് പറയുകയും അങ്ങനെ ആക്രമിച്ച ആളുകൾക്ക് ബിരിയാണി വാങ്ങി നൽകണോ എന്ന തരത്തിലുള്ള പരാമർശം KV അബ്ദുൽ ഖാദറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. എന്തായാലും ഈ കസ്റ്റഡിയിലെടുത്ത ശേഷം നടത്തിയ വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് തെളിഞ്ഞിരുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവർക്കെതിരെ അന്ന് മദ്യപിച്ചിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് പോലീസ് കേസെടുത്തില്ല എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. എന്തായാലും ഈ CPM ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾ സത്യമാണെങ്കിൽ അന്ന് എന്തുകൊണ്ട് പോലീസ് നടപടി എടുത്തില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഇനി പോലീസ് മറുപടി പറയേണ്ടി വരും. എന്തായാലും കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ചുകൊണ്ടും സുജിത്തിനെ വളരെ അധികം സുജിത്തിനെതിരെ പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ടുമാണ് ഇന്നലെ വൈകുന്നേരം തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നടന്ന CPM തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ പരിപാടിയിൽ KV അബ്ദുൽ ഖാദർ സംസാരിച്ചത്.